നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫർ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ പണിക്കൂലിയിലുള്ള ഡിസ്കൗണ്ടിന് പുറമെ ഒരു പവന് മാർക്കറ്റ് വിലയേക്കാൾ 240 രൂപ അധികം ലഭിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഡയമണ്ട് വിലയിൽ 30% ഡിസ്കൗണ്ട്. 18 ക്യാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% ഡിസ്കൗണ്ട്. ഈ ഓഫർ മാർച്ച് 25 മുതൽ മെയ് 25 വരെ മാത്രം. മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മൂഴയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, സുൽത്താൻ ബത്തേരി. ബത്തേരി ടൗണിൽ ഭീതി പരത്തുന്ന പുലിയെ പിടികൂടാൻ ഒടുവിൽ കൂട് സ്ഥാപിച്ചത് പോൾ മാത്യൂസിന്റെ വീട്ടുമുറ്റത്ത്. 2 നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചു. പുലിയുടെ സാന്നിധ്യം സ്ഥിരമായിട്ടും വനം വകുപ്പ് നടപടി സ്വീകരിക്കാൻ വൈകിയത് വനം ഡിവിഷനുകൾ തമ്മിലുള്ള തർക്കമെന്നും ആരോപണം. സുൽത്താൻ ബത്തേരിയിലെ പുലി ഭീഷണി പ്രതിഷേധവുമായി രാഷ്ട്രീയ നേതൃത്വങ്ങൾ. വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിനകത്തേക്ക് തള്ളിക്കയറി പ്രതിഷേധിച്ച CPM. വനംവകുപ്പ് ഓഫീസ് ഉപരോധിച്ച നഗരസഭാ കൌൺസിലർമാർ. പ്രതിഷേധം കടുപ്പിച്ച UDF-ഉം. പ്രതിഷേധം അവസാനിപ്പിച്ചത് കൂടുവെച്ച് പുലിയെ പിടികൂടാമെന്ന വനം വകുപ്പിന്റെ ഉത്തരവ് ലഭിച്ചതിനെ തുടർന്ന്. സംസ്ഥാനത്ത് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം 5 ദിവസത്തിനകമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ജില്ലയിലും കാലവർഷത്തിന് ഇതേ സമയം തുടക്കമാകും. ഇന്നലെയും ഇന്നും കനത്ത മഴ പെയ്യാൻ കാരണം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി. ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ട്. വാർഡ് പുനർനിർണയം പൂർത്തിയായതോടെ ജില്ലയിലും തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ തുടങ്ങുന്നു. പുതുതായി വർദ്ധിച്ചത് പഞ്ചായത്തുകളിൽ 38 വാർഡുകളും ജില്ലാ പഞ്ചായത്തിൽ 1 ഡിവിഷനും 4 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 5 ഡിവിഷനുകളും. തെരഞ്ഞെടുപ്പ് ഡിസംബറിന് മുൻപ്. മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് രാഷ്ട്രീയ പാർട്ടികൾ. വിശദമായ വാർത്തകളിലേക്ക്. സുൽത്താൻ ബത്തേരി ടൗണിൽ ഭീതി പരത്തുന്ന പുലിയെ പിടികൂടാൻ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ഥിരമായി പുലിയെത്തിയ കോട്ടക്കുന്ന് പുതുശ്ശേരിയിൽ പോൾ മാത്യൂസിന്റെ വീട്ടുമുറ്റത്ത് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചത്. പോൾ മാത്യൂസിന്റെ വീടിനു പുറകിൽ കോഴിക്കൂടിന് സമീപമാണ് പുലിയെ പിടികൂടാൻ കൂട് വെച്ചിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് 2 നിരീക്ഷണ ക്യാമറകളും വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. പുലിയെ ആകർഷിക്കാൻ കൂട്ടിൽ കോഴികളെയാണ് ഇരയായി വെച്ചിരിക്കുന്നത്. സമീപത്തെ കോഴിക്കൂട് തകര ഷീറ്റ് കൊണ്ട് മറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പുലിയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ഇന്ന് നടന്ന പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചത്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് G. കൃഷ്ണനാണ് പുലിയെ പിടികൂടാൻ ഇന്ന് ഉച്ചയോടെ ഉത്തരവിറക്കിയത്. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളില്ലെങ്കിൽ പുലിയെ ഉടനെ കാട്ടിലേക്ക് തുറന്നുവിടണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. മലനാട് ന്യൂസ്, ബത്തേരി. സുൽത്താൻ ബത്തേരി ടൗണിലും പരിസരങ്ങളിലും പുലിയുടെ സാന്നിധ്യം സ്ഥിരമായിട്ടും കൂടുവെക്കാൻ വനം വകുപ്പ് നടപടി സ്വീകരിക്കാൻ വൈകിയത് വനം ഡിവിഷനുകൾ തമ്മിലുള്ള തർക്കമെന്ന് ആരോപണം. വയനാട് വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായിട്ടും കോട്ടക്കുന്ന് സൗത്ത് വയനാട് ഡിവിഷനിലാണെന്നും എന്നാൽ ആരാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് എന്ന തർക്കമാണ് കൂടുവെക്കാൻ താമസിച്ചതെന്നുമാണ് ആരോപണം ഉയരുന്നത്. സുൽത്താൻ ബത്തേരി ടൗണിലും പരിസരങ്ങളിലും പുലി ഭീതി പരത്തുകയും കോഴികളെ പിടികൂടുകയും ചെയ്തിട്ടും കൂടുവെക്കാൻ വൈകിയത് വനം വകുപ്പിനുള്ളിലെ തർക്കമെന്നാണ് ആരോപണം. പുലി സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ട് 1.5 മാസം പിന്നിട്ടിട്ടും കൂടുവെക്കാൻ വൈകിയത് ഇതു കാരണമാണെന്നാണ് ആരോപണം ഉയരുന്നത്. പുലി കോഴികളെ പിടികൂടുന്നതും പലതവണ പുലി കോഴിക്കൂടിന് സമീപത്ത് വരുന്നതുമായ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടും ഇത് പുറത്തു വന്നിട്ടും വനം വകുപ്പ് കൂടുവെക്കാൻ തയ്യാറായിട്ടില്ല. പിന്നീട് നഗരസഭ തന്നെ നേരിട്ടെത്തി കൂടുവെക്കാൻ കത്തും നൽകി. എന്നാൽ കൂടുവെക്കാൻ ഉത്തരവിറക്കാൻ വൈകുകയാണുണ്ടായത്. ഇതിനു പിന്നിൽ വനം ഡിവിഷനുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ തമ്മിലുള്ള തർക്കമാണെന്നാണ് ആരോപണം ഉയരുന്നത്. വയനാട് വന്യജീവി സങ്കേതത്തോട് ചേർന്നുള്ള സുൽത്താൻ ബത്തേരി ടൗണിലാണ് പുലി ഇറങ്ങിയതെങ്കിലും സൗത്ത് വയനാട് ഡിവിഷനിലാണ് പ്രദേശം പെടുന്നത്. എന്നാൽ പിടികൂടാനുള്ള നടപടികൾ ആര് നടത്തണമെന്ന തർക്കമാണ് ഉത്തരവിറങ്ങാൻ വൈകിയതെന്നാണ് പറയപ്പെടുന്നത്. 2 ഡിവിഷനുകൾ തമ്മിലുള്ള പ്രയാസം ഈ ആളുകളുടെ ഇടയിലോട്ട് വരുത്തുകയാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ഈ രീതിയിലോട്ട് പോകുന്ന ഡിവിഷൻ ഓഫീസറെയും മറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും നഗരസഭയുടെ നേതൃത്വത്തിൽ ഉപരോധിക്കുകയും ഇതിനൊരു ഓർഡർ കിട്ടാതെ ഇപ്പോഴും ഓർഡർ 5 മിനിറ്റ് കൊണ്ട് വരുന്നു പറഞ്ഞിട്ട് പോലും ഈ സമയം വരെ രാവിലെ ഏകദേശം 10 മണി മുതൽ ഈ സമയം വരെ ആയി നഗരസഭയുടെ കൗൺസിലേഴ്സ് ഇവിടെ നിൽക്കുന്നു. ഈ സമയം വരെ ഇതിനുള്ളൊരു ഓർഡർ ഇറക്കാൻ വനം വകുപ്പിന് തയ്യാറായിട്ടില്ല.
ഇവർ സൗത്ത് വയനാട് ഡിവിഷനും മറ്റ് ഡിവിഷനും തമ്മിലുള്ള ഒരു പ്രശ്നത്തിൻ്റെ പുറത്ത് അവർ തമ്മിലുള്ള ഒരു ഈഗോയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വന്യമൃഗ ആക്രമണം എവിടെയെങ്കിലും ഉണ്ടായാൽ അതിർത്തി നോക്കാതെ നടപടികൾ എടുക്കാൻ തീരുമാനമില്ലാത്തതാണ് ഇത്തരത്തിൽ നടപടികൾ വൈകാൻ കാരണം. അതിനാൽ ഇതിനൊരു പരിഹാരം കാണണമെന്നും ഭാവിയിലെങ്കിലും ഇത്തരം പ്രശ്നങ്ങളില്ലാതെ അടിയന്തര നടപടികൾ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകണമെന്ന ആവശ്യവുമാണ് ഉയരുന്നത്. മലനാട് ന്യൂസ്, ബത്തേരി. സുൽത്താൻ ബത്തേരിയിലെ പുലി ഭീഷണി CPM നേതാക്കൾ വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിലേക്ക് തള്ളിക്കയറി പ്രതിഷേധിച്ചു. പുലിയെ കൂടുവെച്ച് പിടിക്കുന്നതിനുള്ള ഉത്തരവ് വൈകുന്നതിനെതിരെയായിരുന്നു നേതാക്കൾ ഓഫീസിനുള്ളിൽ കയറി പ്രതിഷേധിച്ചത്. പലപ്പോഴും പോലീസ് ഇടപെട്ടാണ് നേതാക്കളെ ശാന്തരാക്കിയത്. സുൽത്താൻ ബത്തേരി നഗരസഭയിലെ കൗൺസിലർമാർ ചെയർമാന്റെ നേതൃത്വത്തിൽ മണിക്കൂറുകളോളം വൈൽഡ് ലൈഫ് വാർഡിന്റെ ഓഫീസിന് മുന്നിൽ ഉപരോധം നടത്തിയിട്ടും പുലിയെ പിടികൂടുന്നതിനുള്ള ഉത്തരവിറക്കാൻ വൈകിയതിൽ പ്രതിഷേധിച്ചാണ് CPM നേതാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വാർഡിന്റെ ഓഫീസിലേക്ക് ഇരച്ചുകയറിയ നേതാക്കൾ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. ഓഫീസ് പ്രവർത്തനം തടസ്സപ്പെടുമെന്ന സാഹചര്യത്തിൽ പോലീസ് ഇടപെട്ട നേതാക്കളെ ഓഫീസിന് പുറത്താക്കുകയായിരുന്നു. ഈ സമയം ഓഫീസിന്റെ വാതിൽ ഉള്ളിൽ നിന്ന് അടച്ചതും പ്രതിഷേധം രൂക്ഷമാക്കാൻ ഇടയാക്കി. ഇതോടെ ക്ഷുഭിതരായ നേതാക്കൾ ഓഫീസ് വാതിൽ തള്ളി തുറന്ന് വീണ്ടും ഉള്ളിൽ പ്രവേശിച്ചു. പോലീസ് ഇടപെട്ടാണ് നേതാക്കളെ ശാന്തരാക്കി വീണ്ടും ഓഫീസിന് പുറത്തെത്തിച്ചത്. പുലിയെ പിടികൂടാൻ കൂടുവെക്കാമെന്ന ഉത്തരവിറങ്ങിയതോടുകൂടിയാണ് നേതാക്കൾ പ്രതിഷേധം അവസാനിപ്പിച്ചത്. മലനാട് ന്യൂസ്, ബത്തേരി. സുൽത്താൻ ബത്തേരി നഗരസഭാ കൗൺസിലർമാർ വൈൽഡ് ലൈഫ് വാർഡിന്റെ ഓഫീസ് ഉപരോധിച്ചു. സുൽത്താൻ ബത്തേരി ടൗണിലും പരിസരങ്ങളിലും ഭീതി പരത്തുന്ന പുലിയെ പിടികൂടണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. കൂടുവെച്ച് പുലിയെ പിടികൂടാമെന്ന വനം വകുപ്പിന്റെ ഉത്തരവ് ലഭിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഇന്നു രാവിലെ 10 മണിയോടെയാണ് സുൽത്താൻ ബത്തേരി നഗരസഭാ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വൈൽഡ് ലൈഫ് വാർഡിന്റെ ഓഫീസ് ഉപരോധിച്ചത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി സുൽത്താൻ ബത്തേരിയിലും ടൗണിലും പരിസര പ്രദേശങ്ങളിലും ഭീതി പരത്തുന്ന പുലിയെ കൂടുവെച്ച് പിടികൂടാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. ആവശ്യം ന്യായമായിരുന്നു. കാരണം നിരവധി ദിവസങ്ങളായിട്ട് ബത്തേരി പട്ടണത്തെ ഭീതിയിലാഴ്ത്തിയിട്ടുള്ള പുലിയെ കൂടുവെച്ച് പിടിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ന്യായമായ ആവശ്യം രേഖാപരമായി ഇതിനു മുമ്പ് ഇവിടെ ഫോറസ്റ്റ് ഓഫീസിൽ വന്ന് ഞാൻ തന്നെ നേരിട്ട് വന്ന് കൊടുക്കുകയുണ്ടായി. കൗൺസിൽ എല്ലാവരുടെയും തീരുമാനപ്രകാരം. ആ തീരുമാനപ്രകാരം ഇന്നലെ വൈകുന്നേരത്തിനുള്ളിൽ കൂട് വെക്കും എന്നുള്ളതാണ് സൗത്ത് വയനാട് DFOനോട് ആവശ്യപ്പെടും എന്നുള്ളതാണ് നമ്മളോട് DFO പറഞ്ഞിട്ടുള്ളത്. ഉപരോധം മണിക്കൂറുകൾ പിന്നിട്ടിട്ടും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും പുലിയെ പിടികൂടാനുള്ള ഉത്തരവ് വൈകിയത് പ്രതിഷേധം രൂക്ഷമാകാൻ കാരണമായി. ഇതോടെ ഓഫീസിനു മുന്നിൽ പ്രതിഷേധിച്ച നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിലുള്ള കൗൺസിലർമാർ ഓഫീസിനുള്ളിൽ പ്രവേശിച്ച് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഇതോടെയാണ് പുലിയെ കൂടുവെച്ച് പിടികൂടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് G. കൃഷ്ണൻ ഉത്തരവിറക്കിയത്. രേഖാമൂലമുള്ള ഉത്തരവ് ലഭിച്ചതോടെ കൗൺസിലർമാർ 3 മണിക്കൂർ നീണ്ടുനിന്ന പ്രതിഷേധ സമരം അവസാനിപ്പിച്ചു. തങ്ങൾക്ക് ലഭിച്ച ഉറപ്പ് പാലിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്നും അല്ലാത്ത പക്ഷം വീണ്ടും ശക്തമായ സമരവുമായി രംഗത്ത് വരുമെന്നും നഗരസഭാ ചെയർമാൻ TK രമേശ് പറഞ്ഞു. മലനാട് ന്യൂസ്, ബത്തേരി. സുൽത്താൻ ബത്തേരി ടൗണിലും പരിസരങ്ങളിലും ഭീതി പരത്തുന്ന പുലിയെ കൂടുവെച്ച് പിടികൂടാത്തതിൽ പ്രതിഷേധം. UDF നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതാക്കൾ വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിന്റെ ഉള്ളിൽ പ്രവേശിച്ച് പ്രതിഷേധിച്ചു. പുലിയെ കൂടുവെച്ച് പിടികൂടാമെന്ന ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. സുൽത്താൻ ബത്തേരിയെ ഭീതിയിലാക്കുന്ന പുലിയെ കൂടുവെച്ച് പിടികൂടണമെന്നാവശ്യപ്പെട്ട് നഗരസഭയിലെ കൗൺസിലർമാർ ഉപരോധ സമരം നടത്തുന്നതിനിടെയാണ് പ്രതിഷേധവുമായി UDF നേതാക്കളും വൈൽഡ് ലൈഫ് വാർഡിന്റെ ഓഫീസിലേക്ക് എത്തിയത്. ഓഫീസിനുള്ളിലെത്തിയ നേതാക്കൾ നിരന്തരമായി ബത്തേരി ടൗണിലിറങ്ങുന്ന പുലിയെ പിടികൂടാത്തതിനുള്ള പ്രതിഷേധം ഓഫീസ് സൂപ്രണ്ടിനെ അറിയിച്ചു. കൂടാതെ പുലിയെ പിടികൂടാൻ ഇന്ന് തന്നെ കൂട് സ്ഥാപിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. തുടർന്ന് നടന്ന ചർച്ചയിൽ പുലിയെ പിടികൂടാൻ ഇന്ന് തന്നെ കൂട് സ്ഥാപിക്കുമെന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിച്ച ഉറപ്പിന്മേൽ പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് UDFന്റെ ബത്തേരിയിലെ നേതൃത്വം എന്ന നിലയിൽ ഞങ്ങൾ ഇന്ന് ഇവിടെ അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡനെ കാണാൻ വേണ്ടി വന്നതായിരുന്നു. ഇന്ന് ഈ വാർഡൻ ഇവിടെ ഇല്ല. ഇത്രയും ജനങ്ങൾ, ബത്തേരിയിൽ ജനങ്ങളാകെ ഭീതിയിലായ, പ്രയാസത്തിലായി, വന്യമൃഗ ശല്യം കൊണ്ട് രൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ഓഫീസിൽ പോലും
ഇതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇവിടെ ഇല്ല, ഒരു കാര്യം ആളുകൾക്ക് പറയാനുള്ള ഒരു ഓഫീസർ ഇല്ല. അതുകൊണ്ട് തന്നെ ഉള്ള ആളെടുത്ത് ഞങ്ങൾ ഈ വിഷയം സംസാരിച്ചപ്പോൾ അദ്ദേഹം സൗത്ത് വയനാട് DFOയുമായി ബന്ധപ്പെടാനാണ് ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾ ഉടനെ തന്നെ അജിത് കെ രാമനെ വിളിച്ചു, സൗത്ത് വയനാട് DFO ഞങ്ങൾ വിളിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് കൂട് വെച്ച് പുലിയെ പിടികൂടാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും, നിർബന്ധമായിട്ട് കൂട് വെക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. വനംവകുപ്പ് വാക്ക് പാലിച്ചില്ലെങ്കിൽ ഓഫീസ് പ്രവർത്തനം തടയുമെന്ന് നേതാക്കൾ പറഞ്ഞു. മലനാട് ന്യൂസ്, ബത്തേരി. സുൽത്താൻ ബത്തേരിയെ ഭീതിയിലാക്കുന്ന പുലിയെ കൂടുവെച്ച് പിടികൂടി പ്രദേശത്ത് നിന്നും നീക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതായി IC ബാലകൃഷ്ണൻ MLA. വനംവകുപ്പ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് G. കൃഷ്ണനുമായി താൻ നടത്തിയ ചർച്ചയിലാണ് ഉറപ്പ് ലഭിച്ചതെന്നും MLA. എത്രയും വേഗം പുലിയെ പിടികൂടി പ്രദേശത്ത് നിന്നും നീക്കി നാട്ടുകാരുടെ ആശങ്ക അകറ്റാനുള്ള നടപടി വേഗത്തിലാക്കണമെന്നും MLA പറഞ്ഞു. പുലിയെ എത്രയും പെട്ടെന്ന് കൂടുവെച്ച് പിടിച്ച് നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഉത്തരവാദപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വൈൽഡ് ലൈഫ് ചീഫ് വാർഡനുമായി സംസാരിക്കുകയും അദ്ദേഹം എത്രയും പെട്ടെന്ന് പുലിയെ കൂടുവെച്ച് പിടിച്ച് നീക്കം ചെയ്യാമെന്ന് ഉറപ്പ് നൽകുകയും ഉണ്ടായി. ഈ വിവരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ തന്നെ ബത്തേരി വൈൽഡ് ലൈഫ് വാർഡന് നിർദ്ദേശം നൽകാമെന്നും ഉറപ്പ് നൽകിയതായി അറിയിക്കുകയാണ്. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നുള്ളതാണ് ഏറ്റവും വലിയ ആവശ്യം. അതുകൊണ്ട് അടിയന്തര പ്രാധാന്യത്തോടുകൂടി കൂട് സ്ഥാപിക്കണമെന്നുള്ളതാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് ആവശ്യപ്പെട്ടത്. അത് അദ്ദേഹം വളരെ ഗൗരവപൂർവ്വം അംഗീകരിക്കുകയും ചെയ്തു. മുള്ളൻകൊല്ലി, മരക്കടവ്, കബനിഗിരി പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം പുലിയിറങ്ങി. പള്ളിപ്പുറത്ത് സ്റ്റീഫന്റെ വളർത്തുനായയെ പിടികൂടി. സമീപത്തെ ജോയിയുടെ വീട്ടിലെ CCTVയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് സംഭവം. വനംവകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പുലിയുടെ ദൃശ്യം CCTVയിൽ കണ്ടതിനെ തുടർന്ന് പ്രദേശത്ത് 2 ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ A. നിജേഷ്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ KU സുരേന്ദ്രൻ തുടങ്ങിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് തിരച്ചിൽ നടത്തി. പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് മേഖലയിൽ വനംവകുപ്പ് പ്രദേശത്ത് നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയൊരു ഇടവേള. Bobby Chamanur International Jewelers. Something never seen before. നിങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുക? സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തിരഞ്ഞെടുക്കുമ്പോൾ നെവർ സീൻ ബിഫോർ ഡിസൈൻസ്, നിങ്ങളുടെ സ്നേഹത്തോളം പ്യോർ ആൻഡ് പ്രഷ്യസ്, ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. Kavita Gold and Diamonds, the versatile jewelry. പല വേഗത്തിൽ അടിപൊളി തുടിമേളത്തിൽ ഒന്നാഘോഷിക്കാൻ പോകുന്നു. ഉല്ലാസം വാനോളം വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രി എന്ന നിലയിലെ അധികാരത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കൊപ്പം നിൽക്കണമെന്നും അവരുടെ ശബ്ദം കേൾക്കാൻ കഴിയുന്നതെല്ലാം ചെയ്യണമെന്നും മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിച്ച് പ്രിയങ്ക ഗാന്ധി MP. മാസം തോറും ഒരു കുടുംബത്തിലെ 2 പേർക്ക് നൽകുന്ന 300 രൂപ ആനുകൂല്യവും വീട്ടുവാടകയായി നൽകുന്ന 6000 രൂപയും വിതരണം ചെയ്യുന്നതിലുള്ള കാലതാമസം ചൂണ്ടിക്കാണിച്ച് പ്രിയങ്ക ഗാന്ധി MP.
മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്തിലാണ് മുഖ്യമന്ത്രിയുടെ അടിയന്തര ഇടപെടൽ അഭ്യർത്ഥിച്ചത്. ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളുന്നതിനും വേണ്ട നടപടികൾ എടുക്കണമെന്ന് പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു. ദുരന്തകാലത്ത് മുഴുവൻ സമൂഹവും ഒരുമിച്ച് പിന്തുണ നൽകിയതാണെന്നും തുടർന്നും അവരുടെ ദുരവസ്ഥയിൽ താങ്ങാവേണ്ടത് ഭരണകൂടമാണെന്നും പ്രിയങ്ക ഗാന്ധി കത്തിൽ ഓർമ്മിപ്പിച്ചു. 5 ദിവസത്തിനകം സംസ്ഥാനത്ത് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എത്തുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വയനാട്ടിലും ഇതേസമയം കാലവർഷത്തിന് തുടക്കമാകും. ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതിനെ തുടർന്നാണ് ഇന്നും ഇന്നലെയും മഴ കനത്തു പെയ്യുന്നത്. മുൻകരുതലിന്റെ ഭാഗമായി ഇന്ന് ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മെയ് 13 കാലവർഷം തെക്ക് ആൻഡമാൻ കടൽ, തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, നിക്കോബാർ ദ്വീപ് സമൂഹങ്ങൾ എന്നിവിടങ്ങളിലെത്തി. വരുന്ന 5 ദിവസത്തിനകം സംസ്ഥാനത്ത് കാലവർഷം ആരംഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മെയ് 27 വയനാട്ടിലും മൺസൂൺ എത്തും. ഇക്കുറി പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കനത്ത തോതിൽ മഴ ലഭിക്കുമെന്ന പ്രവചനവുമുണ്ട്. അതേസമയം തുടക്കത്തിൽ പെയ്യാൻ മടിച്ചെങ്കിലും ജില്ലയിൽ തകർത്തു പെയ്യുകയാണ് വേനൽ മഴ. മാർച്ച് 1 മുതൽ മെയ് 20 വരെയുള്ള കണക്ക് പ്രകാരം പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വേനൽ മഴ ലഭിച്ചു. വേനൽ മഴ തീരെ കുറവായിരുന്ന കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 2 ഇരട്ടിയോളം അധികം മഴ പെയ്തു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴിയുടെ സ്വാധീനത്തിലാണ് 2 ദിവസമായി ജില്ലയിൽ മഴ കനത്തു പെയ്യുന്നത്. ഇത് ഇന്നും തുടരുമെന്നാണ് മുന്നറിയിപ്പ്. കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വയനാട്ടിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഷാൻ ജോസഫ്, മലനാട് ന്യൂസ്, അമ്പലവയൽ. വാർഡ് പുനർനിർണയം പൂർത്തിയായതോടെ ജില്ലയിലും തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങുന്നു. ജില്ലയിലെ പഞ്ചായത്തുകളിൽ 38 വാർഡുകളും ജില്ലാ പഞ്ചായത്തിൽ 1 ഡിവിഷനും 4 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 5 ഡിവിഷനുകളുമാണ് പുതുതായി വർദ്ധിച്ചത്. ഡിസംബറിന് മുൻപ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമെന്നതിനാൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ തുടങ്ങി. വാർഡ് പുനർനിർണയ നടപടികൾ ജില്ലയിലും പൂർത്തിയായതോടെ ജില്ലയിൽ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ സജീവമാക്കുകയാണ്. പഞ്ചായത്തുകളിലാകെ 38 വാർഡുകൾ വർദ്ധിക്കും. ജില്ലയിലെ 23 പഞ്ചായത്തുകളിലും വാർഡുകളുടെ എണ്ണം കൂടി. വെള്ളമുണ്ട, കണിയാമ്പറ്റ, മുട്ടിൽ പഞ്ചായത്തുകളിൽ 3 വാർഡുകൾ വീതം പുതുതായി രൂപീകരിച്ചു. അമ്പലവയൽ, തിരുനെല്ലി, എടവക, മീനങ്ങാടി, നൂൽപ്പുഴ, പടിഞ്ഞാറത്തറ, തൊണ്ടർനാട്, പൊഴുതന എന്നിവിടങ്ങളിൽ 2 വാർഡുകൾ വീതവും മറ്റ് പഞ്ചായത്തുകളിൽ 1 വീതവുമാണ് വർദ്ധിച്ചത്. പഞ്ചായത്തുകളിൽ 412 വാർഡുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ 450 വാർഡുകളായി വർദ്ധിച്ചു. 4 ബ്ലോക്ക് പഞ്ചായത്തുകളിലായി 5 ഡിവിഷനുകളും വർദ്ധിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ 1 ഡിവിഷനും വർദ്ധിച്ചു. പുതുതായി രൂപീകരിച്ച വാർഡുകൾ കൂടി തങ്ങളുടെ വരുതിയിലാക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. കാര്യമായ പരാതികൾ ഇല്ലാതെ തന്നെ വാർഡ് പുനർനിർണയ നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് അധികൃതർ. മലനാട് ന്യൂസ്, കൽപ്പറ്റ. WMOയുടെ ആഭിമുഖ്യത്തിൽ 17ാമത് സ്ത്രീധനരഹിത വിവാഹ സംഗമം നടത്തി. ഓർഫനേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. 22 മുസ്ലിം വധൂവരന്മാർക്കാണ് ഇന്ന് മംഗല്യ സാഫല്യമുണ്ടായത്. 17ാമത് സ്ത്രീധനരഹിത വിവാഹ സംഗമം ഈ വർഷവും വിപുലമായ പരിപാടികളോടെ നടന്നു. ഇന്ന് വയനാട് മുസ്ലിം ഓർഫനേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന വിവാഹ സംഗമത്തിൽ 22 വധൂവരന്മാരാണ് വിവാഹിതരായത്. ഓർഫനേജിലെ 4 കുട്ടികളുടെയും മറ്റ് 18 പേരുടെയും വിവാഹമാണ് നടന്നത്. വധൂവരന്മാർക്കുള്ള വസ്ത്രങ്ങളും വധുമാർക്ക് 5 പവൻ സ്വർണ്ണാഭരണങ്ങളും നൽകിയാണ് ഇത്തവണയും WMO വിവാഹം നടത്തിയത്. ഇത്തവണ മറ്റ് സമുദായങ്ങളിൽപ്പെട്ടവരാരും വിവാഹിതരാകുവാനുണ്ടായിരുന്നില്ല. 12 മണിയോട് തുടങ്ങിയ പരിപാടി പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും വലിയ മനുഷ്യ സ്നേഹം എന്ന് പറയുന്നത് പ്രയാസം അനുഭവിക്കുന്നതിലെ അവരുടെ ഇരുട്ടിനെ കാണുവാൻ കഴിയണം. വെളിച്ചത്തിലൂടെ മാത്രം സഞ്ചരിക്കാൻ എല്ലാവർക്കും സാധിക്കും. മിന്നാമിന്റെ ചെറിയൊരു ജീവി, ഒരു വിരലിന്റെ ചെറിയൊരു അംശത്തിന്റെ വലിപ്പം പോലും ഇല്ല മിന്നാമിന്. പക്ഷെ മിന്നാമിന് ഏറ്റവും വലിയൊരു കൃത്യം ചെയ്യുന്നു. കുട്ടികളുടെ ജമാലിപ്പ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു.
WMO പ്രസിഡന്റ് PP അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നടന്ന നിക്കാഹ് ചടങ്ങിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. WMO ജനറൽ സെക്രട്ടറി KK അഹമ്മദ് ഹാജി, T സിദ്ദിഖ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്ക, C മമ്മൂട്ടി, KM ഷാജി, ND അപ്പച്ചൻ, TJ ഐസക്, മുഹമ്മദ് ഷാ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. KT ഹംസ മുസ്ലിയാർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കോച്ചോട് ഉമ്മർ മുസ്ലിയാർ നിക്കാഹ് ഗുദുബിയും നടത്തി. സ്ത്രീകളടക്കം വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു വിവാഹ സംഗമം നടത്തിയത്. മലനാട് ന്യൂസ്, മുട്ടിൽ. സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം. വിപണി ഉണർന്നു. അവധിക്കാലത്ത് കളിച്ചിരികൾക്കിടയിലും പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് കുരുന്നുകൾ. പുത്തനുടുപ്പും ബാഗും ചെരുപ്പും ബുക്കുമെല്ലാം വാങ്ങാൻ എത്തുന്നവരുടെ തിരക്കാണ് ഓരോ കടകളിലും. കച്ചവടമൊക്കെ 2-3 ആഴ്ചയായിട്ട് നല്ല ഉഷാറായി പോകുന്നുണ്ട്. ഞങ്ങൾ വിചാരിച്ചാലും കൂടുതൽ സെയിലുണ്ട്. എല്ലാ സാധനങ്ങളും എത്തിയിട്ടുണ്ട്. സ്റ്റോക്കുകളൊക്കെ നന്നായിട്ടുണ്ട്. ബാഗ്, കൊട, സ്കൂൾ ഐറ്റംസ് എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. സാധനങ്ങളൊക്കെ കുരുന്നുകളെ ആകർഷിക്കുന്ന രീതിയിൽ കാർട്ടൂൺ കഥാപാത്രങ്ങളും ചിത്രങ്ങളും ഒക്കെ പ്രിന്റ് ചെയ്ത ബാഗുകളും കുടകളുമാണ് ഇത്തവണത്തെ വിപണിയിലെ താരങ്ങൾ. വ്യത്യസ്ത രൂപത്തിലുള്ള കുടകളും വാട്ടർ ബോട്ടിലുകളുമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. മുൻവർഷത്തെ അപേക്ഷിച്ച് നേരിയ വിലവർധന എല്ലാ വസ്തുക്കൾക്കും ഉണ്ടായിട്ടുമുണ്ട്. എന്തായാലും എല്ലാ കടകളിലും തിരക്കോട് തിരക്ക് തന്നെ. അതേസമയം വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ കൺസ്യൂമർ ഫെഡിൻ്റെ വിപണന മേളകളും സഹകരണ സംഘങ്ങളുടെ സ്റ്റുഡൻറ് മാർക്കറ്റുകളും സജീവമാക്കിയിട്ടുമുണ്ട്. CD ബാബു, മലനാട് ന്യൂസ്, പുൽപ്പള്ളി. തലപ്പുഴ മക്കിമലയിലെ ആശ്രമം സ്കൂൾ കെട്ടിട നിർമ്മാണം അനിശ്ചിതത്വത്തിൽ. 20 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൽ സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷം. കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കുന്നതിനാവശ്യമായ അടിയന്തര നടപടികൾ വേണമെന്ന് ആവശ്യമുയരുന്നു. പട്ടികവർഗ വിദ്യാർത്ഥികളുടെ പഠന സൗകര്യാർത്ഥം തവിഞ്ഞാൽ പഞ്ചായത്തിലെ മക്കിമല 6-ാം നമ്പറിൽ 2011 നിർമ്മാണം ആരംഭിച്ച ആശ്രമം സ്കൂൾ കെട്ടിട നിർമ്മാണ പ്രവൃത്തികളാണ് വർഷങ്ങളായി അനിശ്ചിതത്വത്തിൽ തുടരുന്നത്. 20 കോടിയോളം രൂപ മുടക്കി 4 ഹെക്ടറോളം സ്ഥലത്താണ് കെട്ടിട നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയത്. നിർമ്മാണം പൂർത്തിയാക്കിയാൽ തിരുനെല്ലിയിലെ ആശ്രമം സ്കൂൾ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയത്. കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് 60% നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയ ശേഷം പ്രവൃത്തി പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. PK ജയലക്ഷ്മി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ പ്രവൃത്തി ആരംഭിച്ചതാണ് ട്രൈബൽ ഹോസ്റ്റൽ. ഇപ്പോൾ ആനയടക്കമുള്ള സർവ്വ വന്യമൃഗങ്ങളും വന്ന് കേന്ദ്രമാക്കി തമ്പടിക്കുന്ന സ്ഥലമായിട്ടത് മാറി. ഇപ്പോൾ നമ്മുടെ MLA പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി കൂടിയായിരിക്കുമ്പോൾ അദ്ദേഹം ആ കാര്യത്തിൽ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. അദ്ദേഹത്തോട് ഞാനും പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കാട്ടിൽ ഇതാണ് എന്ത് ഹോസ്റ്റൽ പണിയാനാണെന്ന് എന്നോട് ചോദിച്ചു. മീനങ്ങാടി കേന്ദ്രമായ നിർമ്മാണ കമ്പനിക്കാണ് കരാർ നൽകിയിരിക്കുന്നത്. 18 മാസത്തെ കാലാവധിയാണ് കെട്ടിട നിർമ്മാണത്തിനായി കരാർ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. 2 വർഷം മുൻപ് കരാറുകാരൻ മരണപ്പെടുകയും ചെയ്തു. ഇതേ തുടർന്ന് നിർമ്മാണ പ്രവൃത്തികൾ നിലയ്ക്കുകയായിരുന്നു. നിലവിൽ സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമായി തീർന്നിരിക്കുകയാണ് കെട്ടിടവും പരിസരവും. കഴിഞ്ഞ വർഷം കെട്ടിടത്തിലെ ലക്ഷക്കണക്കിന് രൂപയുടെ ജനലുകളും വാതിലുകളും മോഷണം പോവുകയും ചെയ്തു. സാമൂഹ്യവിരുദ്ധരുടെ ശല്യം ഒഴിവാക്കുന്നതിനും സ്കൂളിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കുന്നതിനും ആവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മലനാട് ന്യൂസ്, മാനന്തവാടി. ഒരു ഇടവേള കൂടി. മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫർ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ പണിക്കൂലിയിലുള്ള ഡിസ്കൗണ്ടിന് പുറമെ 1 പവന് മാർക്കറ്റ് വിലയേക്കാൾ 240 രൂപ അധികം ലഭിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഡയമണ്ട് വിലയിൽ 30% ഡിസ്കൗണ്ട്. 18 ക്യാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% ഡിസ്കൗണ്ട്. ഈ ഓഫർ മാർച്ച് 25 മുതൽ മെയ് 25 വരെ മാത്രം. മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മൂഴയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, സുൽത്താൻ ബത്തേരി. വീണ്ടും വാർത്തകളിലേക്ക്. കൈനാട്ടി പച്ചിലക്കാട് റോഡിൽ കണിയാമ്പറ്റ അയ്യപ്പ ക്ഷേത്രത്തിന് സമീപം റോഡിലെ മഴവെള്ളം ഒഴുകിയെത്തി കിണറുകൾ മലിനമാകുന്നതായി പരാതി. റോഡിന്റെ ഇരുവശങ്ങളിലും ഡ്രൈനേജ് സംവിധാനങ്ങൾ ഇല്ലാത്തതാണ് റോഡിലൂടെ മഴവെള്ളം ഒഴുകിയെത്തുന്നതിന്റെ പ്രധാന കാരണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. കണിയാമ്പറ്റ അയ്യപ്പ ക്ഷേത്രത്തിന് സമീപത്തുള്ള വളവിലാണ് റോഡിന്റെ ഇരുവശങ്ങളിലും മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള ഓവുചാലില്ലാത്തതിനാൽ മഴ പെയ്യുന്നതോടെ റോഡരികിലെ മാലിന്യങ്ങൾ ഉൾപ്പെടെ റോഡിലൂടെ ഒഴുകുന്നത്. ഇത് പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാക്കുന്നു എന്ന് മാത്രമല്ല കാൽനടയാത്രക്കാരുടെ ദേഹത്തേക്ക് ചെളിവെള്ളം തെറിക്കുന്നതും പതിവാണ്.
ഇവിടെ ഈ റോട്ടിൽ കൂടെ വെള്ളം ഒഴുകിയിട്ട് റോഡ് നിറച്ച് വെള്ളം ഒഴുകുകയാണ്. വീടിന്റെ മുറ്റത്തേക്കൊക്കെ ഒഴുകുന്നോണ്ട് ഞാൻ അന്ന് പരാതിയൊക്കെ കൊടുത്തേ. പിന്നെ ഞങ്ങൾ തന്നെ മതിലൊക്കെ കെട്ടി. ഇപ്പോഴാണെങ്കിൽ റോഡിൽ കൂടെ നടന്നു പോകാൻ പറ്റില്ല, ജനങ്ങൾക്ക് ഡ്രൈനേജ് ഇല്ല. ഒരു 4-5 വർഷം മുമ്പേ ഞാൻ തന്നെ കളക്ടർക്കൊക്കെ പരാതി കൊടുത്തതായിരുന്നു, ഡ്രൈനേജ് വേണം, കിണറിലേക്ക് വെള്ളം ഇറങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതിന് ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ ഭാഗങ്ങളിൽ ഓവുചാൽ നിർമ്മിക്കണമെന്ന ആവശ്യവുമായി വർഷങ്ങൾക്ക് മുൻപ് തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ലെന്നും ഇനിയെങ്കിലും ബന്ധപ്പെട്ട അധികൃതർ സ്ഥലം സന്ദർശിച്ച് ഡ്രൈനേജുകൾ നിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. മലനാട് ന്യൂസ്, കണിയാമ്പറ്റ. ഇഴഞ്ഞു നീങ്ങുന്ന ജലജീവൻ മിഷൻ പദ്ധതി പൈപ്പ് സ്ഥാപിക്കൽ ജനങ്ങൾക്ക് ദുരിതമാകുന്നു. മഴ പെയ്തതോടെ മേപ്പാടി നെടുമ്പാല ക്ഷേത്ര ജംഗ്ഷൻ ചളിക്കുളമായി. പൈപ്പ് സ്ഥാപിക്കാൻ റോഡ് മുറിച്ച് മണ്ണ് നീക്കം ചെയ്യാതെ കിടക്കുന്നതാണ് ചെളി നിറയാൻ കാരണമായത്. യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നതാണ് ആവശ്യം. നെടുമ്പാല മുട്ടിൽ മീനങ്ങാടി റോഡ് ജംഗ്ഷനിൽ വാഹനങ്ങൾ കടന്നുപോകുന്നതിൻ്റെയും ആളുകൾ നടക്കുന്നതിൻ്റെയും കാഴ്ചയാണ് ഇത്. ചൂരക്കുനി റോഡ്, നെടുമ്പാല പള്ളിക്കവല റോഡ് എല്ലാം മാസങ്ങളായി പൊളിച്ചിട്ട നിലയിലാണ്. 2025 മാർച്ചിന് മുൻപ് കമ്മീഷൻ ചെയ്യുമെന്ന് പറഞ്ഞ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കൽ പ്രവൃത്തി എവിടെയും എത്തിയിട്ടില്ല. നിരവധി വിനോദസഞ്ചാരികളും ആംബുലൻസുകളും നിരന്തരം കടന്നുപോകുന്ന പ്രധാന റോഡാണ് മേപ്പാടി മുട്ടിൽ റോഡ്. ഈ റോഡിലൂടെ ഇരുചക്ര വാഹനങ്ങൾ പോലും പോകാൻ പറ്റാത്ത തരത്തിലാണ് ഇപ്പോൾ. പൈപ്പ് സ്ഥാപിക്കൽ പ്രവൃത്തി അനന്തമായി നീളുന്നതാണ് ദുരിതങ്ങൾക്ക് കാരണം. മഴ പെയ്തതോടെ പൊളിച്ചിട്ട റോഡിലൂടെയുള്ള യാത്ര അതിസാഹസമാണ്. വലിയ പരാതി ഉയർന്നിട്ടും പഞ്ചായത്ത് അധികൃതരും കരാറുകാരും കേട്ടതായി ഭാവിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇത്ര മോശമായി കിടന്നിട്ട് ഇതിന്റെ കോൺട്രാക്ടറോ അതിൽ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരോ ആരും ഇവിടെ ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ 2 വീലർ യാത്ര ചെയ്യുന്നവർ മറിഞ്ഞു വീഴുന്ന നിത്യസംഭവം അറിയിക്കുകയാണ്. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് നാട്ടുകാരെ നിങ്ങൾക്ക് പറയാം. കുടിവെള്ള പദ്ധതി പ്രവൃത്തിയായതുകൊണ്ടാണ് ജനങ്ങൾ ശക്തമായി പ്രതികരിക്കാത്തത്. ജനജീവിതം ദുഷ്കരമാക്കുന്ന വിധത്തിൽ പ്രവൃത്തി നീങ്ങുന്നത് അവസാനിപ്പിക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു. മലനാട് ന്യൂസ്, മേപ്പാടി. കായിക വിനോദം എന്നതിലുപരി ആരോഗ്യ സംരക്ഷണത്തിന് പ്രത്യേക വ്യായാമമായും ഏറെ പ്രാധാന്യമുള്ളതാണ് ഷട്ടിൽ ബാഡ്മിന്റൺ. പുതുതലമുറയുടെ ഇഷ്ടവിനോദമായി മാറുകയാണ് ഈ കായിക ഇനം. കുട്ടികൾക്ക് ബാഡ്മിന്റൺ ലഹരിയിലേക്ക് ആകർഷിക്കാൻ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുകയാണ് ബാഡ്മിന്റൺ അസോസിയേഷൻ. തികഞ്ഞ മെയ്വഴക്കവും ചടുലവേഗവും ഏകാഗ്രതയുമെല്ലാം ഒരേപോലെ വേണം ബാഡ്മിന്റൺ എന്ന ഈ കായിക വിനോദത്തിന്. ശാരീരികമായും മാനസികവുമായുള്ള വളർച്ചയ്ക്ക് ഉപകാരമെന്ന നിലയിൽ അത്രയേറെ പ്രാധാന്യമുള്ള ഈ മേഖലയിലേക്ക് പുതുതലമുറ കുട്ടികൾ കൂടുതലായി എത്തുന്നത് ഏറെ പ്രതീക്ഷയാവുകയാണ്. കാക്കവയൽ റെയിൻബോ ഇൻഡോർ സ്റ്റേഡിയത്തിൽ മാത്രം 50-ലധികം കുട്ടികളാണ് പരിശീലനം നടത്തിവരുന്നത്. മേഖലയിലെ മികച്ച പെർഫോമറും നിരവധി നേട്ടങ്ങൾക്കുടമയുമായ ഷനൂബിന്റെ പരിശീലനത്തിൽ വെക്കേഷൻ ദിവസങ്ങൾ ആഘോഷമാക്കുകയാണ് വിദ്യാർത്ഥികൾ. മേഖലയിലേക്ക് ജില്ലയിൽ നിന്നും മികച്ച പ്രതിഭകളെ സംഭാവന ചെയ്യുക എന്നതോടൊപ്പം കുട്ടികളെ ലഹരിമരുന്ന്, മൊബൈൽ സ്ക്രീനിംഗ് തുടങ്ങിയ ലഹരികളിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷനും വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ്. വളർന്നുവരുന്ന തലമുറയെ ഇത്തരത്തിൽ വഴിതിരിച്ചുവിടാൻ രക്ഷിതാക്കളുടെ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കണമെന്ന് ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷൻ പ്രസിഡന്റ് അരുൺ പറഞ്ഞു. ഇന്നത്തെ വളർന്നുവരുന്ന കുട്ടികൾ വളർന്നുവരുന്ന സാഹചര്യത്തിൽ നമ്മൾക്ക് സമൂഹത്തിൽ ഇന്ന് കാണുന്ന ലഹരിക്കെതിരായിട്ടുള്ള ഒരു വിദ്വേഷവും കൂടിയായിട്ടാണ് ഇത് കാണുന്നത്. കാരണം കുട്ടികളെ കൂടുതൽ കളിയിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വിടുകയാണെങ്കിൽ കുട്ടികളുടെ ചിന്താഗതികളിൽ മാറ്റം വരും. മാത്രമല്ല അവരുടെ മാനസിക വളർച്ചയ്ക്കും അവരുടെ ശാരീരികമായുള്ള വളർച്ചയ്ക്കും അത് വളരെയധികം ഗുണം ചെയ്യും. പരിശീലന ക്യാമ്പിലേക്കുള്ള ഷട്ടിൽ കോക്കുകൾ ഭാരവാഹികൾ എത്തിച്ച് നൽകി. പകരം വയ്ക്കാനില്ലാത്ത പ്രകടനവുമായി നിരവധി താരങ്ങളാണ് ജില്ലയിൽ ഇപ്പോൾ വളർന്നു വരുന്നത്. ഇവരിലൂടെ രാജ്യാന്തര തലങ്ങളിലടക്കം ജില്ലയ്ക്ക് അഭിമാനിക്കാവുന്ന നിമിഷങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ഈ കായിക വിനോദത്തെ സ്നേഹിക്കുന്നവർ. മലനാട് ന്യൂസ്, മീനങ്ങാടി. ഇനി ഇന്നത്തെ കമ്പോള നിലവാരം.
കാപ്പിപ്പരിപ്പ് കിലോയ്ക്ക് 415, ഉണ്ടക്കാപ്പി കിലോയ്ക്ക് 237, കുരുമുളക് വയനാടൻ കിലോയ്ക്ക് 680, കുരുമുളക് ചേട്ടൻ കിലോയ്ക്ക് 670, നേന്ത്രക്കായ് കിലോയ്ക്ക് 30, ഇഞ്ചി ചാക്കിന് 1400, ചേന ചാക്കിന് 3000, റബ്ബർ കിലോയ്ക്ക് 183, സ്വർണ്ണം പവന് 71,440, വെള്ളിഗ്രാമിന് 110 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബത്തേരി ടൗണിൽ ഭീതി പരത്തുന്ന പുലിയെ പിടികൂടാൻ ഒടുവിൽ കൂട് സ്ഥാപിച്ചത് പോൾ മാത്യൂസിന്റെ വീട്ടുമുറ്റത്ത്. 2 നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചു. പുലിയുടെ സാന്നിധ്യം സ്ഥിരമായിട്ടും വനം വകുപ്പ് നടപടി സ്വീകരിക്കാൻ വൈകിയത് വനം ഡിവിഷനുകൾ തമ്മിലുള്ള തർക്കമെന്നും ആരോപണം. സുൽത്താൻ ബത്തേരിയിലെ പുലി ഭീഷണി, പ്രതിഷേധവുമായി രാഷ്ട്രീയ നേതൃത്വങ്ങൾ. വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിനകത്തേക്ക് തള്ളിക്കയറി പ്രതിഷേധിച്ച് CPM. വനംവകുപ്പ് ഓഫീസ് ഉപരോധിച്ച് നഗരസഭാ കൌൺസിലർമാർ. പ്രതിഷേധം കടുപ്പിച്ച് UDF-ഉം. പ്രതിഷേധം അവസാനിപ്പിച്ചത് കൂടുവെച്ച് പുലിയെ പിടികൂടാമെന്ന വനം വകുപ്പിന്റെ ഉത്തരവ് ലഭിച്ചതിനെ തുടർന്ന്. സംസ്ഥാനത്ത് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം 5 ദിവസത്തിനകമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ജില്ലയിലും കാലവർഷത്തിന് ഇതേ സമയം തുടക്കമാകും. ഇന്നലെയും ഇന്നും കനത്ത മഴ പെയ്യാൻ കാരണം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി. ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ട്. വാർഡ് പുനർനിർണയം പൂർത്തിയായതോടെ ജില്ലയിലും തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ തുടങ്ങുന്നു. പുതുതായി വർദ്ധിച്ചത് പഞ്ചായത്തുകളിൽ 38 വാർഡുകളും ജില്ലാ പഞ്ചായത്തിൽ 1 ഡിവിഷനും 4 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 5 ഡിവിഷനുകളും. തെരഞ്ഞെടുപ്പ് ഡിസംബറിന് മുൻപ്. മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് രാഷ്ട്രീയ പാർട്ടികൾ. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് വേവ്സിൽ ഗീത രാജഗോപാൽ ചേരും. നമസ്കാരം.